ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തേത്, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് ജെറണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അതുപോലെ ജെറണ്ട്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇത് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഏതാണത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണോ ജെറണ്ട് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അതുപോലെ എന്താണ് ജെറണ്ട് എന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരുന്നതെന്നറിയോ? ഇത് രണ്ടും വേർബ്സിൻ്റെ ING ഫോമാണ്. വേർബിൻ്റെ ബേസ് ഫോമിനോട് കൂടി ING ഫോം ചേർത്തിട്ടാണ് ജെറണ്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പ്രസൻറ്റ് പാർട്ടിസിപ്പിളും അങ്ങനെ തന്നെ വേർബിൻ്റെ ING ഫോമാണ്. ഫോർ എക്സാമ്പിൾ ടീച്ച്, പഠിപ്പിക്കുക, ടീച്ചിങ് എന്നാക്കുമ്പോൾ ING ഫോം കിട്ടി. അതുപോലെ തന്നെ സിംഗിങ്, ഡാൻസിങ്, വാക്കിംഗ് എല്ലാം ING ഫോംസ് ഓഫ് ദ വേർബാണ്. വേർബിൻ്റെ ING ഫോം ഒരു നൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ ജെറണ്ട് എന്ന് പറയും. അതുപോലെ ഒരു വേർബിൻ്റെ ING ഫോം ഒരു അഡ്ജക്റ്റീവോ അതല്ലെങ്കിൽ ഒരു വേർബ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. അപ്പോൾ ടീച്ചിങ് ഒരു ING ഫോം ഓഫ് ദ വേർബാണ്. ടീച്ചിങ് ഒരു നൗൺ ആയിട്ടാണ് നമ്മളൊരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ജെറണ്ടായി. അതേസമയം ടീച്ചിങ് തന്നെ ഒരു സെൻറ്റൻസിൽ അഡ്ജക്റ്റീവിൻ്റെ ഫങ്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അതല്ലെങ്കിൽ ഒരു വേർബ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഡാൻസിങ് മേക്സ് മീ ഹാപ്പി. ഇത് ഡാൻസിങ് എന്ന് തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഇവിടെ ഡാൻസിങ് എന്നത് ING ഫോം ഓഫ് എ വേർബ് ആണ്. ഡാൻസ് എന്ന വേർബിനോട് കൂടി ING ചേർത്തിട്ടാണ് ഡാൻസിങ് ഉണ്ടായിരിക്കുന്നത്. ഡാൻസിങ് എന്നത് ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആണ്. ഇവിടെ ആ സെൻറ്റൻസ് നോക്കിയാൽ ഡാൻസിങ് മേക്സ് മീ ഹാപ്പി, ഡാൻസിങ് എന്നെ സന്തോഷിപ്പിക്കുന്നു. ഇവിടെ ഡാൻസിങ് എന്ന ആ ഒരു വേർഡ്, നോബഡി ഈസ് ഡാൻസിങ് ഹിയർ, സംതിങ് മേക്സ് മീ ഹാപ്പി, എന്തോ ഒരു കാര്യം മേക്സ് മീ ഹാപ്പി. അവിടെ നമുക്ക് യു മേക്ക് മീ ഹാപ്പി, ഷീ മേക്സ് മീ ഹാപ്പി, ദിസ് ഹൗസ് മേക്സ് മീ ഹാപ്പി ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അവിടെ ഒരു സംതിങ് അല്ലെങ്കിൽ സംവൺ ആണ് വേണ്ടത്. അവിടെ ഈ സംതിങ് എന്ന് പറയുന്നത് ഡാൻസിങ് ആണ്. ഡാൻസിങ് മേക്സ് മീ ഹാപ്പി. അപ്പോൾ അത് സംതിങ് അല്ലെങ്കിൽ സംവൺ എന്ന് പറയുന്നത് ഒരു നെയിം അല്ലേ? അപ്പോൾ അതൊരു നൗണാണ്. ഡാൻസ് ചെയ്യൽ എന്നെ ഹാപ്പിയാക്കുന്നു എന്നാണ്. അതവിടെ നൗൺ ഫോമാണ്. ആ നൗണാണ് നമ്മൾ അവിടെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അത് ജെറണ്ട് ആണ്. കാരണം അത് ING ഫോം ഓഫ് ദ വേർബാണ്. നൗൺ ആയിട്ടാണ് ആ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വേറൊരു സെൻറ്റൻസ്, ഐ ഹേറ്റ് ഡാൻസിങ്. ഐ ഹേറ്റ് ഡാൻസിങ്. ഇവിടെ ഐ കഴിഞ്ഞ് ഹേറ്റ്, ഞാൻ ഡാൻസ് ചെയ്യൽ വെറുക്കുന്നു. ഡാൻസിങ് എന്നത് അവിടെ ഒരു നൗൺ ആണ്. ഐ ഹേറ്റ് സംതിങ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ആ ഡാൻസിങ് മാറ്റി അവിടെ ഏതെങ്കിലും ഒരു നൗണോ പ്രോനൗണോ ഒക്കെ ഉപയോഗിക്കാം. ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് ഹിം, ഐ ഹേറ്റ് ജോൺ. ഇവിടെ നൗൺ ഒരു നൗൺ ഒരു സംവൺ അല്ലെങ്കിൽ സംതിങ് ആണ് വേണ്ടത്. ഇവിടെ ആ സംതിങ് എന്ന് പറയുന്നത് ഡാൻസിങ് ആണ്. ഞാൻ ഡാൻസ് ചെയ്യൽ വെറുക്കുന്നു എന്നാണ്. അപ്പോൾ ഡാൻസിങ് എന്നത് അവിടെ നൗണാണ്. ആ സെൻറ്റൻസിലെ ഓബ്ജക്റ്റ് ആയിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡാൻസിങ് എന്നത് അവിടെ ജെറണ്ടാണ്. ലുക്ക് അറ്റ് ദ ബേണിംഗ് ട്രെയിൻ. ലുക്ക് അറ്റ് ദ ബേണിംഗ് ട്രെയിൻ. ഇവിടെ ആ സെൻറ്റൻസിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ട്രെയിനെ നോക്കൂ എന്നാണ്. അപ്പോൾ ലുക്ക് അറ്റ് ദ ബേണിംഗ് ട്രെയിൻ എന്ന സെൻറ്റൻസിൽ ബേണിംഗ് എന്നതാണ് ING ഫോം ഓഫ് ദ വേർബ്. ബേൺ പ്ലസ് ING. ഇവിടെ ING ഫോം ഓഫ് ദ വേർബ് ആയ ബേണിംഗ് ഉപയോഗിച്ചിരിക്കുന്നത് ആ ട്രെയിനിനെ വിശേഷിപ്പിക്കുന്ന ഒരു വേർഡായിട്ടാണ്, ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് തരം ട്രെയിൻ, എന്താണ് ട്രെയിനിൻ്റെ പ്രത്യേകത? ബേണിംഗ് ട്രെയിൻ. അപ്പോൾ ട്രെയിനിനെ വിശേഷിപ്പിക്കുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ് ബേണിംഗ്. അതുകൊണ്ട് ഒരു ING ഫോം ഓഫ് ദ വേർബ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഡ്ജക്റ്റീവ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. ദ ഗേൾ ഡാൻസിങ് ഓൺ ദ സ്റ്റേജ് ഈസ് മൈ സിസ്റ്റർ. സ്റ്റേജിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗേൾ എൻ്റെ സിസ്റ്ററാണ്. ദ ഗേൾ ഡാൻസിങ് ഓൺ ദ സ്റ്റേജ്. അവിടെ ഡാൻസിങ് എന്നതാണ് ING ഫോം ഓഫ് ദ വേർബ്. ഈ ഡാൻസിങ് എന്നത് ദ ഗേൾ ഈസ് ഡാൻസിങ് എന്നല്ല പറയുന്നത്. ദ ഗേൾ ഡാൻസിങ് ഓൺ ദ സ്റ്റേജ്, സ്റ്റേജിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗേൾ എന്നാണ്. അപ്പോൾ ആ ഗേൾ എന്ന വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ഡാൻസിങ്. അതുകൊണ്ട് തന്നെ ഡാൻസിങ് എന്നത് അവിടെ ഗേളിനെ വിശേഷിപ്പിക്കുന്ന ഒരു വേർഡ് ആയതുകൊണ്ട് അത് ഒരു അഡ്ജക്റ്റീവാണ്. അതുകൊണ്ട് ഡാൻസിങ് എന്നത് ആ സെൻറ്റൻസിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. ദിസ് മൂവി ഈസ് എക്സൈറ്റിംഗ്. എക്സൈറ്റിംഗ് എന്നതാണ് അവിടെ ING ഫോം ഓഫ് ദ വേർബ്. എക്സൈറ്റ് എന്ന വേർബിനോട് കൂടി ING ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അവിടെ ആ സെൻറ്റൻസിൽ എക്സൈറ്റിംഗ് എന്ന വേർഡ്
ദ മൂവി ഈസ് എക്സൈറ്റിംഗ്. മൂവി എങ്ങനെയുള്ളതാണ് എന്നത് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. മൂവി എന്ന വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു അഡ്ജക്റ്റീവാണ് എക്സൈറ്റിംഗ്. അതുകൊണ്ട് എക്സൈറ്റിംഗ് എന്നത് ആ സെൻറ്റൻസിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഷീ ഈസ് ഡാൻസിങ് റൈറ്റ് നൗ. അവൾ ഇപ്പോൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സെൻറ്റൻസിൽ ഡാൻസിങ് എന്നതാണ് ING ഫോം ഓഫ് ദ വേർബ്. ഡാൻസിങ് എന്നത് അവിടെ ഒരു വേർബാണ്. ദ ഗേൾ ഈസ് ഡാൻസിങ് റൈറ്റ് നൗ. ഇപ്പോൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു വേർബിൻ്റെ ഫങ്ഷനാണ് ആ സെൻറ്റൻസിൽ ചെയ്യുന്നത്, ഡാൻസിങ് എന്ന വേർഡ്. അതുകൊണ്ട് അത് ഒരു പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. അവിടെ ആ സെൻറ്റൻസിൽ അത് നൗൺ ആയിട്ടല്ല ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ ജെറണ്ട് എന്താണ്, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്താണ് എന്ന്. ഇനി നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കി ആ എക്സാമ്പിൾസിൽ എങ്ങനെയാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ ജെറണ്ട് ഉപയോഗിക്കുന്നത്, എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് പറയാം. ആദ്യം നമുക്ക് ജെറണ്ട് നോക്കാം. ജെറണ്ട് ഏതെല്ലാം പൊസിഷൻസിലാണ് ഒരു സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു സെൻറ്റൻസിൽ മെയിൻ വേർബിൻ്റെ മുൻപിൽ, ബിഫോർ എ മെയിൻ വേർബ്, നമുക്ക് ജെറണ്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഡാൻസിങ് മേക്സ് മീ ഹാപ്പി. അവിടെ സെൻറ്റൻസിൽ മേക്സ് എന്ന മെയിൻ വേർബിൻ്റെ മുന്നിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബിഫോർ ദ മെയിൻ വേർബ്. അത് ഡാൻസിങ് എന്നത് ആ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അത് ജെറണ്ട് അത്തരത്തിൽ ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ, ആഫ്റ്റർ ആൻ ആക്ഷൻ ജെറണ്ട് ഉപയോഗിക്കാം. ഐ ഹെയ്റ്റ് ഡാൻസിങ്. ഈ സെൻറ്റൻസിൽ ഹെയ്റ്റ് എന്നതാണ് വേർബ്, അത് കഴിഞ്ഞിട്ടാണ് ഡാൻസിങ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സെൻറ്റൻസിൽ അത് ഓബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒരു സെൻറ്റൻസിൽ പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ട് പ്രപ്പോസിഷൻ്റെ ഓബ്ജക്റ്റ് ആയിട്ട് ജെറണ്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ആം തിങ്കിങ് എബൌട്ട് ഡാൻസിങ്. ഐ ആം തിങ്കിങ് എബൌട്ട് ഡാൻസിങ്. അവിടെ എബൌട്ട് എന്ന പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ടാണ് ഡാൻസിങ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയും ജെറണ്ടാണ്. അപ്പോൾ പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ട് ജെറണ്ട് ഉപയോഗിക്കാം. ഇനി ഒരു ലിങ്കിങ് വേർബ് കഴിഞ്ഞ് സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ട് ജെറണ്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, മൈ പാഷൻ ഈസ് ഡാൻസിങ്. ഇവിടെ ഡാൻസിങ് എന്നത് ലിങ്കിങ് വേർബ് കഴിഞ്ഞ് വരുന്ന ഒരു സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണ്. ഇവിടെ സബ്ജക്റ്റായ മൈ പാഷൻ എന്നതിന് ഒരു പുതിയ നെയിം കൊടുക്കുകയാണ്. അവിടെ മൈ പാഷൻ ഈസ് ഡാൻസിങ് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് അവിടെ ഒരു സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണ്. സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ട് ജെറണ്ട് ഉപയോഗിക്കാം. അപ്പോൾ മൈ പാഷൻ ഈസ് ഡാൻസിങ്. ഈസ് എന്നത് വേർബ് ടു ബി ആണ്. പക്ഷേ സാധാരണ ടു ബി കഴിഞ്ഞിട്ട് ജെറണ്ട് തന്നെ വരണം എന്നില്ല. കാരണം ഷീ ഈസ് ഡാൻസിങ് എന്ന് പറഞ്ഞാൽ അവിടെ ഷീ ഈസ് ഡാൻസിങ്, അവിടെ ഡാൻസിങ് വന്നു. ഈസ് എന്ന ലിങ്കിങ് വേർബ് കഴിഞ്ഞിട്ടാണ് ഡാൻസിങ് വന്നത്. പക്ഷേ അതവിടെ ജെറണ്ട് അല്ല, അതൊരു ആക്ഷൻ വേർബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. മൈ പാഷൻ ഈസ് ഡാൻസിങ് എന്ന് പറയുമ്പോൾ ഡാൻസിങ് എന്ന വേർഡ് ജെറണ്ടാണ്. ഷീ ഈസ് ഡാൻസിങ് എന്ന് പറയുമ്പോൾ ഡാൻസിങ് എന്ന വേർഡ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈസ് കഴിഞ്ഞിട്ട് വരുന്നത്, ഈസ് എന്ന് പറഞ്ഞാൽ അവിടെ വേർബ് ടു ബിയുടെ ഫോമാണ് ഈസ്, അല്ലെങ്കിൽ ആം, ആർ, വാസ്, വേർ ഒക്കെ വന്ന് അത് കഴിഞ്ഞിട്ട് വരുന്നത് ING ഫോം ആണെങ്കിൽ അത് ജെറണ്ട് ആകണം എന്ന് നിർബന്ധമില്ല. അത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളും ആകാം. ഇനി പൊസസീവ് അഡ്ജക്റ്റീവ്സ്, മൈ, യുവർ, ഹിസ്, ഹെർ, ദെയർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള പൊസസീവ് അഡ്ജക്റ്റീവ്സ് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സെൻറ്റൻസിൽ നമുക്ക് ജെറണ്ട് ഉപയോഗിക്കാം. എവരി വൺ ലവ്സ് യുവർ ഡാൻസിങ്. യുവർ ഡാൻസിങ്, യുവർ എന്നത് ഒരു പൊസസീവ് അഡ്ജക്റ്റീവാണ്. അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കാം. ആഫ്റ്റർ പൊസസീവ് അഡ്ജക്റ്റീവ്, മൈ, യുവർ, അവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ ഇതൊക്കെ പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ജെറണ്ട് എവിടെയൊക്കെ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കാമെന്ന് മനസ്സിലായല്ലോ. സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാം, ഓബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാം, ഓബ്ജക്റ്റ് ഓഫ് എ പ്രപ്പോസിഷനായിട്ട് ഉപയോഗിക്കാം, സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം, പിന്നെ പൊസസീവ് അഡ്ജക്റ്റീവ്സ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. ഓബ്ജക്റ്റ് ഓഫ് എ പ്രപ്പോസിഷൻ, അതുപോലെ ഓബ്ജക്റ്റ് ഓഫ് എ പൊസസീവ് അഡ്ജക്റ്റീവ്, അങ്ങനെയൊക്കെ ജെറണ്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ നോക്കാം. ഇത് ഒരു സെൻറ്റൻസിൽ എവിടെയൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്? ഒരു നൗണിന് മുമ്പിൽ നമുക്ക് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാം. ദേ ആർ ലുക്കിംഗ് അറ്റ് ദ ബേണിംഗ് ട്രെയിൻ. ഇവിടെ ലുക്കിംഗ് എന്നത് ഒരു ING ഫോമാണ്. അത് ആ സെൻറ്റൻസിലെ മെയിൻ വേർബാണ്. ലുക്കിംഗ് അറ്റ് ദ ബേണിംഗ് ട്രെയിൻ. ഇവിടെ ബേണിംഗ് എന്നുള്ളതും ഒരു ING ഫോം ഓഫ് ദ വേർബാണ്. പക്ഷേ അത് ആ സെൻറ്റൻസിൽ ട്രെയിൻ എന്നുള്ള വാക്കിനെ വിശേഷിപ്പിക്കുന്നതാണ്.
എങ്ങനെയുള്ള ട്രെയിൻ, ബേണിംഗ് ട്രെയിൻ. അപ്പോൾ അത് ആ ING ഫോം ഓഫ് ദ വേർബ് അവിടെ ഒരു അഡ്ജക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ബേണിംഗ് എന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിൻ്റെ ഒരു പൊസിഷൻ നൗണിന് മുൻപിൽ. ഏത് നൗണിനെയാണോ അത് വിശേഷിപ്പിക്കുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ആ നൗണിന് മുന്നിലായിട്ട് ഉപയോഗിക്കാം. ഇനി ആഫ്റ്റർ എ നൗൺ. ദ ഗേൾ ഡാൻസിങ് ഓൺ ദ സ്റ്റേജ് ഈസ് മൈ സിസ്റ്റർ. ദ ഗേൾ ഡാൻസിങ് ഓൺ ദ സ്റ്റേജ്. ദ ഗേൾ എന്നതിനെ വിശേഷിപ്പിക്കുന്നതാണ് ഡാൻസിങ് എന്ന വാക്ക്. അപ്പോൾ ഡാൻസിങ് എന്നത് അഡ്ജക്റ്റീവാണ്. അത് ഉപയോഗിച്ചിരിക്കുന്നത് ദ ഗേൾ എന്ന നൗൺ കഴിഞ്ഞിട്ടാണ്. അത് ഒരു പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. ദ ഗേൾ ഡാൻസിങ് ഓൺ ദ സ്റ്റേജ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി ആഫ്റ്റർ എ ലിങ്കിങ് വേർബ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാം. ദ മൂവി ഈസ് എക്സൈറ്റിംഗ്. ഇവിടെ ഈസ് എന്നുള്ള ലിങ്കിങ് വേർബ് കഴിഞ്ഞിട്ട് എക്സൈറ്റിംഗ് എന്ന പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചിരിക്കുന്നു. അത് ഒരു അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ് ING ഫോം ഓഫ് ദ വേർബ് അഡ്ജക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോഴല്ലേ നമ്മളതിനെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ സെൻറ്റൻസിൽ എക്സൈറ്റിംഗ് എന്നത് മൂവി എന്ന വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അഡ്ജക്റ്റീവാണ്. അപ്പോൾ എക്സൈറ്റിംഗ് എന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. ലിങ്കിങ് വേർബ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ദേ ആർ പ്ലേയിങ്. ഇവിടെ പ്ലേയിങ് എന്നതാണ് ING ഫോം ഓഫ് ദ വേർബ്. അത് ദേ ആർ പ്ലേയിങ്. ഇത് ആർ എന്നുള്ള ആ ഒരു ഹെൽപ്പിംഗ് വേർബ് കഴിഞ്ഞിട്ട് പ്ലേയിങ് വന്നിരിക്കുന്നു. അതൊരു ആക്ഷൻ വേർബാണ്. അതുകൊണ്ട് അതൊരു വേർബിൻ്റെ ഫങ്ഷൻ അവിടെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. അപ്പോൾ ജെറണ്ട് അതുപോലെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ. ജെറണ്ട് ING ഫോം ഓഫ് ദ വേർബ് തന്നെയാണ്, പക്ഷേ അത് നൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് എവിടെയൊക്കെ ഉപയോഗിക്കും എന്ന് മനസ്സിലായല്ലോ. പിന്നെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അതും ING ഫോം ഓഫ് വേർബ് തന്നെയാണ്, പക്ഷേ അത് അഡ്ജക്റ്റീവായിട്ടോ അതല്ലെങ്കിൽ വേർബ് ആയിട്ടോ ആണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്. അതും എവിടെയൊക്കെ ഉപയോഗിക്കും എന്ന് മനസ്സിലായില്ലേ. ഇനി 2 സെൻറ്റൻസസ് നോക്കുക. എവ്രി വൺ വാസ് സിംഗിങ് ഇൻ ദ പാർട്ടി. ഇതിൽ സിംഗിങ് എന്നത് ING ഫോം ഓഫ് എ വേർബാണ്. ഇത് ആ സെൻറ്റൻസിൽ ജെറണ്ടാണോ അതല്ലെങ്കിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണോ എന്ന് പറയുക. അതുപോലെ തന്നെ വേറൊരു സെൻറ്റൻസ് കൂടി, സിംഗിങ് മേക്സ് മീ ഹാപ്പി. അവിടെയും ആ സെൻറ്റൻസിലും സിംഗിങ് എന്ന ഒരു വേർഡുണ്ട്. അത് അവിടെ ആ സെൻറ്റൻസിൽ ജെറണ്ടാണോ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണോ എന്ന് പറയുക.